ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രദേവികയോട് പറയണേ പ്രേമേച്ചിയെ നോക്കാനെന്നും പറഞ്ഞ് നാളെ ഇങ്ങോട്ട് വന്നേക്കരുത് എന്ന് പറയുമ്പോൾ അത് പറയാൻ നീ ആരാണ്? ഈ വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ പറയട്ടെ, അല്ലാതെ നീ പറഞ്ഞാലൊന്നും ഞാൻ അനുസരിക്കില്ല. ഇനി മറ്റുള്ളവർ ആര് പറയാനാണ്? ഞാൻ പറഞ്ഞാൽ മാത്രം മതി. അത് പറ്റില്ലല്ലോ. എൻ്റെ ഭാവി ഭർത്താവും കൂടി അത് പറയണ്ടേ? ഭാവി ഭർത്താവോ? എന്ന് മുതലാണാവോ ഞങ്ങൾ മനസ്സുകൊണ്ട് ഭാര്യയും ഭർത്താവും ആയിക്കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ചടങ്ങ് മാത്രമല്ലേ ഉള്ളൂ. അല്ല ദേവിക, നീ ഇങ്ങനെ മുമ്പൊന്നും ഇങ്ങനെ സംസാരിക്കാറില്ലല്ലോ. ഇപ്പോൾ എവിടുന്ന് കിട്ടി നിനക്കിപ്പോൾ ഇത്രയും ധൈര്യം? അപ്പോൾ ദേവിക പറയണ അതൊക്കെ കിട്ടി, കെട്ട് കഴിഞ്ഞ ശേഷം മതി ഭർത്താവ് എന്നൊക്കെ പറയല്ലേ. അതുവരെ ഞാൻ തന്നെയാണ് സിദ്ധുവിൻ്റെ ഭാര്യ, ഉള്ള അവകാശം എനിക്ക് തന്നെയാണ്. അപ്പോൾ ദേവിക പറയണ അതിന് സിദ്ധു കെട്ടിയ താലിയൊന്നും നിന്റെ കഴുത്തിലില്ലല്ലോ, പിന്നെ നീ ഡിവോഴ്സിൽ ഒപ്പിട്ട് കൊടുത്തത് സിദ്ധുവിൻ്റെ കയ്യിലുണ്ട് താനോ. ചന്ദ്ര പറയണ അതൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നാളെ മുതൽ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. ഇനി കണ്ടാൽ നീ എന്തു ചെയ്യും? നിന്നെ ഈ ഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ ആ വട്ടത്തിയില്ലേ പ്രേമ, അവരെ കൊണ്ട് നിന്നെ അടിച്ചിറക്കി. അത് കേട്ടപ്പോൾ ദേവിക അഭിനയിച്ചുകൊണ്ട് പറയണ അയ്യോ ചന്ദ്രയെ അങ്ങനെ ഒന്നും ചെയ്യിപ്പിക്കില്ലേ. നിനക്ക് കിട്ടിയ അടിയൊന്നും താങ്ങാനുള്ള ശേഷി എനിക്കില്ല ചന്ദ്ര. എന്നെ ഒന്ന് രക്ഷിക്കണം ചന്ദ്രയെ. അങ്ങനെ വഴിക്ക് വാ. ഇനിയെങ്ങാനും നിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാലേ നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിരിക്കും. അത് കേട്ടപ്പോൾ ദേവിക എന്നാ പിന്നെ അങ്ങനെ ചെയ്യാല്ലേ, വരാതിരിക്കാനല്ല വരാൻ തന്നെ നോക്കാല്ലേ എന്ന് പറഞ്ഞതോടെ ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. ഉറപ്പായും ഞാൻ നാളെ മുതൽ ഇവിടെ വന്നിരിക്കും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ അങ്ങ് ചെയ്യും. അമ്മച്ചിയെ കൊണ്ട് നീ എന്നെ ഒന്ന് തല്ലിപ്പിച്ച് നോക്ക്. ഇതിപ്പോൾ എൻ്റെ വീടാടി, ഞാൻ തീരുമാനിക്കുന്നത് പോലെ തന്നെയാണ് ഇനി ഇവിടെ നടക്കൂ. അത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുക. എന്നാൽ നമുക്ക് നോക്കാടി എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്ര പോകുന്നത്. അങ്ങനെ ചന്ദ്ര പോകുന്നത് സിദ്ധു കണ്ടുകൊണ്ട് വരിക കേട്ടോ. ദേവികയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുക എന്താ അവൾ പറയുന്നത്? അവൾ എന്നോട് നാളെ മുതൽ ഇവിടേക്ക് വരരുത് എന്നാണ് പറയുന്നത്. അത് പറയാൻ അവൾ ആരാ? ഇത് എൻ്റെ വീടാണ്. ദേവികയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരാം. അത് ഞാൻ അവളോട് പറഞ്ഞു. പ്രേമേച്ചിക്ക് സുഖമാകുന്നത് വരെ ഞാൻ ഇവിടെ വന്നിരിക്കും. ഇനി അവൾ എത്ര തടസ്സം നിന്നിട്ടും കാര്യമില്ല. അപ്പോൾ സിദ്ധു പറയണേ എന്നാലും പ്രേമേച്ചി എന്തിനാണാവോ അവളെ കൂടെ നിർത്തിയത്? അവൾ ഒരിക്കലും പ്രേമേച്ചി സുഖപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവളാണ്. എന്നിട്ട് എന്തിനാണാവോ പ്രേമേച്ചി അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? ഒന്നോർത്ത് സിദ്ധു വെറുതെ വേദനിക്കേണ്ട. രക്ഷപ്പെടാനുള്ള ആളാണെങ്കിൽ ഏതൊരാൾ കൂടെ നിന്നാലും രക്ഷപ്പെടുക തന്നെ ചെയ്യും. എനിക്ക് പ്രേമേച്ചിയുടെ ലക്ഷണം കണ്ടിട്ട് എത്രയും പെട്ടെന്ന് പ്രേമേച്ചി ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ചന്ദ്രയുടെ കാര്യം, പ്രേമേച്ചി ചന്ദ്രയെ ഒപ്പം നിർത്തിയിരിക്കുന്നത് രക്ഷിക്കാനാണോ അതോ ശിക്ഷിക്കാനാണോ എന്ന് അറിയില്ലല്ലോ. അതെന്താ ദേവിക അങ്ങനെ പറഞ്ഞത്? അല്ല സിദ്ധു, ഓർമ്മ പോയ ആളുകൾക്ക് ദേഷ്യം കൂടുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് ദേവിക പതർച്ചയോട് കൂടി പറയട്ടോ. പ്രേമേച്ചിയുടെ ഉള്ളിലുള്ള ദേഷ്യം മുഴുവൻ ചന്ദ്രയോട് തീർക്കുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സിദ്ധു ഞാൻ പറയുന്നത് വിശ്വസിക്കുക. പ്രേമേച്ചിയെ പഴയ പ്രേമേച്ചിയാക്കി സിദ്ധുവിൻ്റെ കയ്യിൽ തരുമെന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അത് കേട്ടപ്പോൾ സിദ്ധുവിന് നല്ല ആശ്വാസമാവാണ്. എന്നിട്ട് സിദ്ധു പറയണേ എപ്പോഴാണ് പോവേണ്ടത് എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുപോയി വീട്ടിലാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സിദ്ധു പോകുന്നത്. ഇത് പ്രേമ വന്നിട്ട് ചോദിക്കുകയാണ് ഇവിടെ ആരുമില്ലേ, എനിക്ക് വിശന്നിട്ട് വയ്യ എന്ന് പറയുമ്പോൾ രംഗം പറയണേ എന്താ പ്രേമേ, നിങ്ങളെ അല്ലല്ലോ വിളിച്ചത്, ഞാൻ ചന്ദ്രയാണ് വിളിച്ചത്. എനിക്ക് ഒരു ആനയെ വേണം. എന്താ നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ എന്നെ ഒന്നും നോക്കണ്ട, നിങ്ങൾ ആ ചന്ദ്രയെ വിളിച്ച, എനിക്ക് അവളെയാണ് ഇഷ്ടം. അപ്പോൾ ചന്ദ്ര വരികയാണ് കേട്ടോ. എന്താ പ്രേമിച്ചി എന്ന് ചോദിക്കുമ്പോൾ മോളെ എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോവാ. ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രേമിച്ചി, ഞാനിതെപ്പോൾ എടുത്തുകൊണ്ട് വരാം. എങ്കിൽ എനിക്ക് അമ്മിയിൽ അരച്ചിട്ടുള്ള ഒരു തേങ്ങാ ചമ്മന്തി വേണം, അത് ഉണ്ടാക്കാൻ പറ്റുമോ? അത് കേട്ടപ്പോൾ അത്ര പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോട്ടോ. അമ്മിയിൽ അരച്ച ചമ്മന്തി, അത് പിന്നെ ചേച്ചി അമ്മി എന്ന് പറഞ്ഞ ഉടനെ ദേവിക വരികയാണ്. അമ്മി അതിന് പുറത്ത് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചന്ദ്ര ദേഷ്യത്തിൽ പറയണേ പലതും പുറത്ത് കിടക്കുന്നുണ്ടാവും, എനിക്ക് അമ്മിയിൽ അരക്കാനൊന്നും അറിയില്ല. അപ്പോൾ ദേവിക പറയണേ എനിക്ക് അമ്മിയിൽ അരക്കാൻ അറിയാം, ഞാൻ ഉണ്ടാക്കി തന്നാൽ മതിയോ ചേച്ചിക്ക്? നിന്നോടല്ലേ പറഞ്ഞത്, നീ ഉണ്ടാക്കിയതൊന്നും ഞാൻ കഴിക്കില്ല, എനിക്ക് ചന്ദ്രമോൾ ഉണ്ടാക്കിയത് മാത്രം മതി. മോളെ നീ എനിക്ക് അമ്മിയിൽ കുറച്ച് ചമ്മന്തി അരച്ചു താ കൊണ്ട് പറ്റും മോളെ എന്നൊക്കെ പ്രേമ നല്ല നയത്തിൽ ചന്ദ്രയെ സോപ്പിട്ടുകൊണ്ട് പറയുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്ര നിവർത്തിയില്ലാതെ ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ദേവികയെ കണ്ണുകൊണ്ടൊന്ന് നോക്കുകയാണ് കേട്ടോ പ്രേമ. അവൾക്കിട്ട് പണി കൊടുക്കുന്നത് കണ്ടില്ലേ ദേവിക എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ ദേവിക ഒന്ന് പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ രംഗനാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവാതെ ഇതിപ്പോൾ എന്തിനാണാവോ ഇങ്ങനൊരു ചമ്മന്തി പ്രയോഗം എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ രംഗം നിൽക്കുന്നത്. എന്നിട്ട് ചന്ദ്ര ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലാണ് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ദേവിക വരികയാണ്. ഇതെന്താ അമ്മിയിൽ ചമ്മന്തി ഉണ്ടാക്കണം എന്നല്ലേ പ്രേമേച്ച് പറഞ്ഞത്, എന്നിട്ടെന്താ അപ്പോൾ മിക്സിയിൽ ഉണ്ടാക്കുന്നത്? ആ വട്ടത്തിക്ക് ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊന്നും മനസ്സിലാവില്ല. അവർക്കിപ്പോൾ അമ്മിയിൽ ഉണ്ടാക്കി കൊടുക്കാഞ്ഞിട്ടല്ലേ, എന്നെക്കൊണ്ടൊന്നും കഴിയില്ല. എങ്ങനെ ഉണ്ടാക്കിയാൽ എന്താ, ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തി നീ ഒന്ന് കഴിച്ചു നോക്കണം. എൻ്റെ ചമ്മന്തി അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയ ശേഷം നീ ഒന്ന് കഴിച്ചു നോക്ക്. ഞാൻ എന്നെ തന്നെ പൊങ്ങച്ചം പറയുകയാണെന്നൊന്നും നീ കരുതണ്ട. നീ ഇപ്പോൾ തൽക്കാലം എന്നെ ശല്യപ്പെടുത്താതെ ഇവിടെ നിന്നൊന്ന് പോവാൻ നോക്ക് എന്ന് പറയട്ടെ. അപ്പോൾ ദേവിക എന്നാൽ ശരി, അല്ല അവരൊരു ആഗ്രഹം പറഞ്ഞതല്ലേ അമ്മിയിൽ എന്നൊക്കെ, അത് ആ ആഗ്രഹമൊക്കെ ഈ സമയത്ത് ഇപ്പോൾ ആഗ്രഹിക്കാൻ പറ്റിയ ഒരു സമയം. അങ്ങനെ അവർക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും. ഞാൻ
ഉണ്ടാക്കിയത് എന്താണ് അത് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അങ്ങനെ ദേവിക പോയി കഴിഞ്ഞ ശേഷം പ്രേമ അവിടേക്ക് വരികയാണ്. അപ്പോൾ ചന്ദ്രയാണെങ്കിലോ മിക്സിയുടെ ജാറിൽ ചമ്മന്തി ഉണ്ടാക്കിയ ശേഷം മിക്സി ഓഫ് ആക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. ആ ഒരു ഗ്യാപ്പിലാണ് പ്രേമ അവിടേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ആരുമില്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് പ്രേമ അതിലേക്ക് ഒരുപാട് ഉപ്പിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കുകയാണ് കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച ശേഷം അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പ്രേമയ്ക്കുള്ള ചോറും ചമ്മന്തിയുമായിട്ട് ചന്ദ്ര റൂമിലേക്ക് ചെല്ലുക കേട്ടോ. അങ്ങനെ ദാ ചേച്ചി അമ്മിയിൽ അരച്ച ചമ്മന്തിയാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ വായിൽ വെച്ച ഉടനെ തന്നെ ഉപ്പുള്ളത് കൊണ്ട് വായിൽ വെച്ച ഉടനെ തന്നെ പ്രേമ അതങ്ങ് തുപ്പുകയാണ്. എന്താടി ഉപ്പിട്ട് കയ്പിച്ചിട്ട് എന്നെ നീ കൊല്ലാനുള്ള പരിപാടിയാണോ എന്ന് പറഞ്ഞ് മുതുകത്തേക്ക് ഒരു അടി അടിക്കുകയാണ് കേട്ടോ. അതിൻ്റെ വേദന സഹിക്കാൻ വയ്യാതെ ചന്ദ്ര എന്താ ചേച്ചി ഈ പറയുന്നത്, ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തിക്ക് ഉപ്പ് കൂടിയെന്നോ? ഇല്ല, ഞാൻ കറക്റ്റായിട്ട് ഉണ്ടാക്കി, എങ്കിൽ നീ ഒന്ന് കഴിച്ചു നോക്കടി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പ്രേമ ചന്ദ്രയെ കൊണ്ട് ആ ഒരു ചമ്മന്തി കഴിപ്പിക്കുകയാണ് കേട്ടോ. അതോടുകൂടി അത് വായിൽ വെച്ചതോടുകൂടി ചന്ദ്ര അങ്ങ് തുപ്പിക്കളയുകയാണ്. എന്താടി ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? നീ എന്നെ കൊല്ലാൻ വേണ്ടിയാണോടി നീ ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് ചന്ദ്രക്കിട്ട് നന്നായിട്ട് തന്നെ പ്രേമ കൊടുക്കുകയാണ്. ആ ഒരു ബഹളം കേട്ടിട്ടാണ് പിന്നെ അവിടേക്ക് ദേവികയും സിദ്ധുവും ഇവനും അച്ഛനും എല്ലാവരും വരിക കേട്ടോ. അപ്പോൾ ചന്ദ്രയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ് പ്രേമ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ചേച്ചി ഞാനല്ല ഉപ്പിട്ടത്, ഞാനല്ല, ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല ചേച്ചി. അപ്പോൾ പ്രേമ പറയണേ, ഉപ്പിട്ടത് പിന്നെ ആരാടി? നിന്റെ തന്തയാണോടി? നീ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇത്രയും അധികം ഉപ്പിട്ടത്, നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രയുടെ കഴുത്തിന് കയറി പിടിക്കുന്നത്. അപ്പോഴത്തേക്കും സിദ്ധുവും എല്ലാവരും കൂടി വന്ന് ചന്ദ്രയെയും പ്രേമയെയും മാറ്റി നിർത്തുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്രയുടെ കഴുത്ത് പിടിച്ച് അമർത്തിയത് കൊണ്ട് ശ്വാസം കിട്ടാതെ കുറച്ച് ബുദ്ധിമുട്ടുകയാണ് കേട്ടോ. എന്നിട്ട് ഇവൾ എന്നെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം തന്നെയാണ് ആ ചമ്മന്തിയിൽ ഇത്രയധികം ഉപ്പിട്ടത്. അപ്പോൾ വീണ്ടും ചന്ദ്ര പറയണേ, ഞാനല്ല, സത്യമായിട്ടും ഞാനല്ല, എനിക്ക് ഉറപ്പുണ്ട് പ്രേമേച്ചിയെ കൊണ്ട് എനിക്ക് തല്ല് കിട്ടിക്കാൻ വേണ്ടി ഇവൾ തന്നെയാണ് അതിൽ ഉപ്പിട്ടത് എന്ന് ദേവികയെ കുറ്റപ്പെടുത്തുമ്പോൾ ദേവിക പറയണേ, ദേ ചന്ദ്രേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ചന്ദ്ര വീണ്ടും പറയണേ, നീ ആ ഭാഗത്തേക്ക് വന്നതാണ്, നീ തന്നെയാണ് അതിൽ ഉപ്പിട്ടത്. ദേ ചന്ദ്രേ അറിയാത്ത കാര്യം പറയരുത്, ഞാൻ നിന്നോട് അപ്പോഴും പറഞ്ഞതാണ് മിക്സിയിലിട്ട് ചമ്മന്തി ഉണ്ടാക്കണ്ട എന്ന്. അത് ശരി, അപ്പോൾ നീ അമ്മിയിൽ ഉണ്ടാക്കിയ ചമ്മന്തിയാണെന്ന് പറഞ്ഞ് എനിക്ക് ചമ്മന്തി കൊണ്ട് തന്നത് മിക്സിയിൽ ഉണ്ടാക്കിയത് തന്നെ, അപ്പം നീ തന്നെയാടി ഉപ്പിട്ടത് എന്ന് പറഞ്ഞ് ചന്ദ്രയെ വീണ്ടും പ്രേമ ഉപദ്രവിക്കുകയാണ്. ദേവിക പ്രേമയോട് പറയുന്നുണ്ട്, മിക്സിയിൽ ഉണ്ടാക്കണ്ട എന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ്, അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ആ വട്ടത്തിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. അത് ശരി, നീ എന്നെ വട്ടത്തി എന്ന് വിളിച്ചല്ലേ, നിന്നെ ഞാൻ എന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കഴുത്തിനൊക്കെ കയറി പിടിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടി പിടിച്ചു മാറ്റുകയാണ് പ്രേമയെ. എന്നിട്ട് ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്ക് ചേച്ചി എന്ന് സിദ്ധു പറയട്ടോ. അപ്പോൾ അച്ഛനും പറയണം, മോളെ ഇത്തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിച്ചേക്ക്, അച്ഛൻ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ക്ഷമിക്കുന്നത്, ഇനി നീ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് പ്രേമ ചന്ദ്രയെ ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചന്ദ്ര അവിടെ പോയി വീഴുകയാണ്. അങ്ങനെ പ്രേമ പോയി കഴിഞ്ഞ ശേഷം ദേവിക പറയണേ, ഇതാണോ നിന്റെ വിരൽ കടിക്കുന്ന ചമ്മന്തി? ഞാനല്ല, എന്നെ ആരോ ചതിച്ചതാണ്, ഉറപ്പായും ഞാൻ അതിൽ ഉപ്പിട്ടിട്ടില്ല, ഇതിപ്പോൾ എന്നെ ആരോ മനഃപൂർവ്വം ചതിച്ചതാണ്. എന്നിട്ട് ദേവിക അങ്ങനെ പുഞ്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രയാണെങ്കിലോ പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് ദേവിക പ്രേമയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അല്ല, ആരാണാവോ ആ ചമ്മന്തിയിൽ ഉപ്പിട്ടത്? അപ്പോൾ പ്രേമ പറയണ, അത് ഞാൻ തന്നെയാണ് ഇട്ടത്. ചേച്ചിയോ? അതെ, ആരും കാണാതെ ഞാൻ തന്നെയാണ് അതിൽ പോയി ഉപ്പിട്ടത്, അവളെ ഞാൻ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ദേവിക പറയണ, ഇല്ല ചേച്ചി, അവളെ വെറുതെ വിടരുത്, ചേച്ചിയെ തലക്കടിച്ച് കൊല്ലാൻ നോക്കിയ അവളെ വെറുതെ വിടരുത്, അവളുടെ മുഖത്തോട് മുഖം നോക്കി അവളെ അടിച്ചു വീഴ്ത്തണം. അപ്പോൾ പ്രേമ പറയണ, ഇല്ല, അവളെ ഞാൻ വെറുതെ വിടില്ല, അവളെ എന്നെ അടിച്ചു വീഴ്ത്തിയതിന് അവളുടെ കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ആദ്യം തന്നെ അവൾക്ക് കൊടുത്ത പണി? അപ്പോൾ ദേവിക പറയണേ, അത് സൂപ്പർ ആയിട്ടുണ്ട്, ഇനി അങ്ങോട്ട് അവൾക്ക് ഇതിലും കൊടുത്തതായിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ദേവിക പറയണ, അവളെ സൂക്ഷിക്കണം, അവൾ കൊല്ലാൻ പോലും മടിയില്ലാത്തവളാണ്, ഭക്ഷണത്തിൽ എന്തെങ്കിലും കലക്കി തന്നാൽ പോലും അറിയാൻ കഴിയില്ല, അതിന് ആര് കഴിക്കുന്നു അവൾ തന്ന ഭക്ഷണം, ആദ്യം തന്നെ അവൾ കൊണ്ടുവരുന്ന ഭക്ഷണം അവളെ കൊണ്ട് കഴിപ്പിക്കും, എന്നതിൻ്റെ ശേഷം മാത്രമാണ് ഞാൻ കഴിക്കൂ. പിന്നെ അവൾ തരുന്ന മരുന്നൊന്നും പ്രേമിച്ച് കഴിക്കാൻ നിൽക്കരുത് കേട്ടോ, അതൊക്കെ വ്യാജ മരുന്നാണെങ്കിലോ പറയാൻ കഴിയില്ലല്ലോ, അതാര് കഴിക്കുന്നു, എനിക്കിപ്പോൾ ഒരു അസുഖവുമില്ല, പിന്നെ എന്തിനാണ് വെറുതെ ഞാൻ മരുന്ന് കഴിക്കുന്നത്, അവളുടെ മുന്നിൽ ഞാൻ മരുന്ന് കഴിക്കുന്നതായിട്ട് അങ്ങ് അഭിനയിക്കും, എന്നിട്ട് അത് തുപ്പിക്കളയും. അത് മതി പ്രേമേച്ചി, അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ എനിക്ക് ഈ വീട്ടിലുള്ളവരെ ആലോചിച്ച് നല്ല ടെൻഷനുണ്ട്, അവർക്ക് എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് നല്ല ടെൻഷൻ ഉണ്ടാവും, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനവുമുണ്ട്. അപ്പോൾ ദേവിക പറയണ, അതൊക്കെ ശരിയാണ്, എന്തായാലും ഇതുവരെ പ്രേമേച്ചിയെ കാണാത്തതിൻ്റെ വിഷമമായിരുന്നല്ലോ, ഇപ്പോൾ ഏതായാലും പ്രേമേച്ചി വീട്ടിലെത്തിയല്ലോ, അതിനുള്ള ആശ്വാസം അവർക്കുണ്ടാവും. എന്തായാലും മോള് നാളെ മുതൽ ഇവിടെ വന്നേക്കണം കേട്ടോ, എനിക്ക് മോളെ കാണുന്നതാണ് ഒരു ആശ്വാസം, ഉറപ്പായും ഞാൻ വന്നിരിക്കും ചേച്ചി, എന്നാൽ ചേച്ചി ഇവിടെ ഇരിക്കും, ഞാൻ ചേച്ചിക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ദേവിക പോവുകയാണ്. പിന്നീട് ചന്ദ്ര ശരത്തിനെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്, എന്തായി അവർ വന്നിട്ട്? അപ്പോൾ ചന്ദ്ര പറയണ, അവർക്ക് ഒന്നും ഓർമ്മയില്ല, മുഴുത്ത വട്ടാണ്, അത് ഭാഗ്യം, എന്ത്
ഭാഗ്യം അവർ വന്ന ഉടനെ തുടങ്ങിയതാണ് എനിക്ക് മുതുകത്തേക്ക് ഇട്ട് കിട്ടലും എനിക്ക് വയ്യാതായി. അപ്പോൾ ആൾ നല്ല വയലൻ്റ് ആണല്ലേ? അതെ, വയലൻ്റ് ആണ്, പക്ഷേ സൈലൻ്റ് ആവുന്നതാണ് സൂക്ഷിക്കേണ്ടത് ചന്ദ്രൻ. ഇപ്പോൾ നല്ല വയലൻ്റിലാണ്, പക്ഷേ ഞാനവർക്ക് മരുന്നൊക്കെ മാറ്റിയിട്ടാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ശരിയാവുമെന്നൊന്നും തോന്നുന്നില്ല. ഇനിയിപ്പോൾ സ്വയം ശരിയായെങ്കിലേ ഉള്ളൂ. ഇപ്പോൾ ശരത്ത് പറയണേ, ഈ ഓർമ്മക്കുറവ് ഒരു കണക്കിന് നമുക്ക് ഗുണമാണ് ചെയ്യൂ. ഇനിയിപ്പോൾ നാളെ അവർക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാലും അവരെല്ലാം പറയുന്നത് തെറ്റാണെന്നുള്ളത് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും. ശരത്തെ അവരെ സൂക്ഷിക്കണം. അവർ തെളിവ് സഹിതം എല്ലാവർക്കും മുന്നിൽ അങ്ങ് കാണിച്ചു കൊടുത്താൽ അപ്പം പിന്നെ ഞാൻ കുടുങ്ങിപ്പോവില്ല. അതിൻ്റെ മുന്നേ എനിക്ക് ഇവിടെ നിന്നും രക്ഷപ്പെട്ടാൽ മതി എന്നാണ് എൻ്റെ മനസ്സിൽ. അല്ല ചന്ദ്രേ, നീ ഇനിയിപ്പോൾ ചമ്മന്തിയിൽ ഉപ്പ് കൂടി എന്ന് പറഞ്ഞില്ല, അത് നീ മനഃപൂർവ്വം ചെയ്തതാണോ അതോ അറിയാതെ പറ്റിയതാണോ? അല്ല ശരത്തെ, ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ സംശയം അത് ദേവിക ചെയ്തതാണെന്നാണ്. അപ്പോൾ ശരത്ത് പറയാണ്, എങ്കിൽ അത് ദേവിക ചെയ്തത് തന്നെയായിരിക്കും. ശരത്തെ, എനിക്ക് അവളെ തന്നെയാണ് സംശയം. കാരണം അവൾ ആ സമയത്ത് അവിടെ പരിസരത്തുണ്ടായിരുന്നു. അപ്പോൾ ശരത്ത് പറയണേ, എങ്കിൽ അവർ തന്നെയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. എങ്കിൽ ഇനി അവരെ അവിടേക്കൊന്നും അടുപ്പിക്കരുത്. എങ്ങനെയെങ്കിലും അവരെ അവിടെ നിന്നും അടിച്ചു പുറത്താക്കണം. അതിനുള്ള വഴിയും ഞാൻ നോക്കുന്നുണ്ട്. എങ്കിൽ ശരി ശരത്തെ, ഞാനിനി ചത്തില്ലെങ്കിൽ നാളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വെക്കുന്നത്. അപ്പോൾ ശരത്ത് തന്നെ, അപ്പോൾ നന്നായിട്ട് തന്നെ പ്രേമയുടെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ട് ചന്ദ്രയ്ക്ക് എന്ന് ശരത്തിന് മനസ്സിലാവുകയാണ്. പിന്നീട് ദേവിക വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സിദ്ധു കൊണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് സിദ്ധുവിനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ചന്ദ്ര വരികയാണ്. ആരെയാണടി കാത്തു നിൽക്കുന്നത്? നിനക്കങ്ങ് തനിച്ചു പോയാൽ പോരെ? ഇല്ല, സിദ്ധു എന്നെ ആക്കിത്തരാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സിദ്ധുവിനെ കാത്തു നിൽക്കുകയാണ്. നാണമുണ്ടോടി നിനക്ക് കണ്ട ആണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കാൻ? അപ്പോൾ ചന്ദ്ര ചെയ്തിരുന്നതോ വിഷ്ണുവിൻ്റെ കൂടെയല്ലേ പോയിരുന്നത്? നിനക്കെന്താ നാണമുണ്ടായിരുന്നില്ലേ? ആ, ഒരു കണക്കിന് വിഷ്ണു എനിക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലേ? ചന്ദ്ര പറഞ്ഞ, അതെ, വിഷ്ണു എനിക്ക് വേണ്ടപ്പെട്ടവൻ തന്നെയായിരുന്നു. അല്ല, വിഷ്ണു ആരായിരുന്നു എന്നാണ് നീ പറഞ്ഞത്? ബെസ്റ്റിയാണോ? ബെസ്റ്റിയോ? അതെ, രണ്ട് ഹൃദയങ്ങളും കൂടി ചേർന്ന് നിൽക്കുന്നത്. അതെ, ആരെങ്കിലും ആയിക്കോട്ടെ, നീ അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അല്ല, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നീ സത്യം പറയണം. ആ ചമ്മന്തിയിൽ ഉപ്പിട്ടത് ആരാണ്? നീയാണോ? ആവോ, എനിക്കറിയില്ല. എന്താ എന്നോട് ചോദിക്കുന്നത്? അങ്ങനെ ഭക്ഷണത്തിലൊന്നും ഉപ്പ് ചേർക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. എന്നും ദൈവമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് ആരാണെന്നതിനാണ് നീ എന്നോട് ചോദിക്കുന്നത്? എനിക്ക് ഉറപ്പുണ്ട് നീ തന്നെ ആയിരിക്കും. അങ്ങനെ നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ പോയി കണ്ടുപിടിക്ക്. ഈ വെറുതെ എന്നെ സംശയിക്കാൻ നിൽക്കണ്ട. ദേ ചന്ദ്രേ, നീ കൂടിപ്പോയാൽ ഒരു മാസം മാത്രമാണ് ഈ വീട്ടിലുണ്ടാവും. അത് കഴിഞ്ഞാൽ നീ സെൻട്രൽ ജയിലിലേക്കാവും പോവാൻ പോകുന്നത്. അതെ, ഉപ്പിട്ട് കളിക്കാൻ പറ്റിയ പ്രായമൊന്നുമല്ലല്ലോ ചന്ദ്രേ നമ്മുടേത്. നമുക്ക് കുറച്ച് സീരിയസ് ആവണ്ടേ? ഇനിയെങ്കിലും കുട്ടിക്കളിയൊക്കെ നിർത്തി കുറച്ച് ഒരാളായിട്ട് പെരുമാറാൻ നോക്ക്. അപ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നം കേട്ടിട്ടാണ് സിദ്ധു വരുന്നത്. എന്താണ് ഇവിടെ വഴക്കാണ്? ഏയ് അല്ല സിദ്ധു, ചമ്മന്തിയിൽ ഉപ്പിടാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് എന്നോട് ചോദിച്ചതാണ് ഈ ചന്ദ്ര. വരട്ടെ ചന്ദ്രേ എന്ന് പറഞ്ഞ് ആക്കിയ മട്ടിലാണ് കേട്ടോ ദേവിക സംസാരിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ചന്ദ്രക്ക് നല്ല ദേഷ്യം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നീട് തങ്കച്ചിയുടെ ഫോണിലേക്ക് അജ്ഞാതൻ നിരഞ്ജനും മാലിനിയും ഒത്തുള്ള ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്. ബർത്ത്ഡേയുടെ സമയത്ത് നിരഞ്ജൻ മാലിനിയുടെ വായിൽ കേക്ക് വെച്ച് കൊടുക്കുന്നതിൻ്റെ ഉള്ള ഫോട്ടോ ആണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കൈമളിനെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. നല്ല ചൂടുള്ള ഫോട്ടോസ് ആണല്ലോ വരുന്നത്. അയച്ചു തരുന്ന ഫോട്ടോസ് എല്ലാം അജ്ഞാതൻ അയക്കുന്നതാണെങ്കിലും അയാൾക്കും എന്തോ ഒരു ലക്ഷ്യമുണ്ടെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും എനിക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അയാളിപ്പോൾ എനിക്ക് അയച്ചു തരുന്നത് എന്നൊക്കെ പറഞ്ഞ് കൈമളിന് കാണിച്ചു കൊടുക്കുന്നത്. ഇനി തങ്കച്ചി ഈ ഫോട്ടോസ് ശരിക്കും അയച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇനി അക്ഷരയും നിരഞ്ജനും വീണ്ടും പ്രശ്നം ഉണ്ടാവാൻ വേണ്ടിയും ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.